സോ ഇത് ഞാൻ എൻ്റെ കൂടെ ഉള്ളത് ജഗജഗ് എൻ്റെ റൂംമേറ്റാണ്, പിന്നെ എൻ്റെ ഫ്രണ്ടാണ്. സോ ഞങ്ങൾ ഒരുങ്ങുന്നത് ഇവിടെ അടുത്തുള്ള ബലദൂരാണ് പോകാൻ വേണ്ടിയിട്ട്. മതാൻ മാസം ആയതുകൊണ്ടിട്ട് പുറത്ത് കുറച്ച് രസമാണ് ഒരു വൈകുന്നേര സമയത്തൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ റെഡിയായിട്ട് എപ്പോഴുള്ളതാണ് ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ നോക്കിയാലേ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്തിട്ട് പോകാറില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പരിചയമുള്ള ആരെങ്കിലും വിളിച്ചിട്ട് പോകും. അങ്ങനെ ഞങ്ങൾ ടാക്സിയൊക്കെ ബുക്ക് ചെയ്തു. ഞാനപ്പോൾ അവരെ വിളിച്ചുകൊണ്ടിരിക്കുക എവിടെയായി എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ വിളിച്ചു. ഞങ്ങൾ ഇവിടുന്ന് ആദ്യം നേരെ പോയത് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് MRIയിലേക്കാണ്. ഞാൻ ഓർഡർ ചെയ്തത് മട്ടൻ ബിരിയാണിയാണ്, അവൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. സത്യം പറയട്ടെ, ഇത് ഈ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചല്ല, പക്ഷേ ഒരു രക്ഷയില്ലാത്ത ബിരിയാണി, നമ്മുടെ കല്യാണത്തിന് കഴിക്കുന്ന ഒരു ടൈപ്പ് ബിരിയാണി, അതുപോലത്തെ ബിരിയാണി. പിന്നെ അതിന് കൂടെ നമുക്കൊരു ചമ്മന്തിയും പിന്നെ ഒരു ബീട്രൂട്ടിൻ്റെ പിക്കിളും നോർമൽ ഒരു കേർഡിൻ്റെ ഒരു സലാഡും ഉണ്ടാകും. പക്ഷേ അടിപൊളി, പറയുമ്പോൾ ഇപ്പോഴും എനിക്ക് വായി വെള്ളം വരുന്നത്. സോ ഞങ്ങളത് കഴിച്ചിട്ട് നേരെ പിന്നെ അവിടുന്ന് വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവിടുന്ന് നേരെ ഞങ്ങളോർത്തു താമസിപ്പിക്കേണ്ട, നേരെ പോകണം. അങ്ങനെ ഞങ്ങൾ ബലത്തിലേക്ക് വന്നു. ഇത് ബലത്തിലേക്ക് ഓരോരോ പോർഷൻസ് ആണ്, ഒരുപാടുണ്ട്. ശരിക്കും ജിദ്ദയുടെ ഒരു ഹിസ്റ്റോറിക്കൽ സ്ട്രീറ്റ്, ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്, നല്ല രസമാണ് കാണാനായിട്ട്. ഇതുപോലെ കുറേ ബിൽഡിങ്ങുകളും ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളും അങ്ങനെയൊക്കെയാണുള്ളത്. പിന്നെ ഇപ്പോൾ കാണുന്ന അവരുടെ ഒരു ഡാൻസ്, പിന്നെ ഒരു പാട്ട്, അവരുടെ ഹാപ്പി എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഈ സമയത്ത് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ഷോപ്പുകൾ ഓപ്പൺ ആയിരിക്കും, കുറേ ഫുഡ് കോർട്ടുകൾ ഓപ്പൺ ആയിരിക്കും, ചെറിയ ആഘോഷങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവിടുത്തെ ആൾക്കാർ ഈ ഗ്യാതറിംഗ് പോലെയാണ് ഓരോ പ്രോഗ്രാംസ് സെറ്റ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ പോലത്തെ ചിലപ്പോൾ ഒരു ഒച്ചയോ ബഹളമോ പാട്ടോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പാട്ട് റയർലി കേൾക്കാറുണ്ട് പബ്ലിക് പ്ലേസിൽ. പക്ഷേ ഇങ്ങനെ ഭയങ്കര ഗ്യാതറിംഗ് ഇവിടെ ഒരു സൺഡേ അല്ല, ഇവിടെ ഫ്രൈഡേസിലാണ് ഇമ്പോർട്ടൻസ്. ഫ്രൈഡേയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയും ഒരു കൂട്ടങ്ങളാണ് കാണുന്നത്. എപ്പോഴും കുറേ കൂട്ടമായിട്ട് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ ഇവിടെ ഉള്ളവരും തോന്നിയിട്ടുണ്ട്. സോ അങ്ങനെ അതൊക്കെ കണ്ടു ഞങ്ങൾ നേരെ പൈപ്പറിന് ഹോസ്റ്റലിലേക്ക്.